ഹലോ, ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീനെ കാണിക്കാൻ പോകുന്നത്. ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ഇടാറില്ല. എനിക്ക് മേക്കപ്പ് ഇട്ടാൽ എന്തോ കോൺഫിഡൻസ് കുറയുന്ന പോലെ ഒരു ഫീലാണ്. അപ്പോൾ ഞാനൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മുടെ BB ക്രീമാണ് തേച്ചിട്ടുള്ളത്. അതിൽ ഫൗണ്ടേഷനും വേറെ എന്തോ ഒരു ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് തന്നെ യൂസ് ചെയ്താൽ മതി എന്നാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ അത് ചെയ്തു. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബീട്രൂട്ടിൻ്റെ ലിപ് ബാമാണ്. എൻ്റെ ചുണ്ടിങ്ങനെ കറുത്ത കളറായിട്ടിരിക്കും. അപ്പോൾ ഇത് തേച്ചാൽ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. അത് 10 വൈബയുടെ ഒരു സ്ട്രോക്ക് ക്രീമാണ് തേച്ചിട്ടുള്ളത്. കസിനെ കല്യാണത്തിന് വേണ്ടി വീട്ടിൽ വന്നപ്പോൾ മറന്നു വെച്ച് പോയതാണ്. അവിടെ എടുക്കാൻ ഓർത്തില്ലായിരുന്നു. അപ്പം അതും കൂടെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അത് ചുറ്റും ഇങ്ങനെയൊക്കെയാണ് മേക്കപ്പ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും മിക്സ് ചെയ്തിട്ട് കൊടുത്തു. അതിനുശേഷം കാജലെടുത്തു. കാജൽ എന്താന്നുള്ളത് എനിക്കപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബ്രാൻഡ് മറന്നുപോയി. ഞാൻ കാജലും ഐലൈനറും ഒരുമിച്ചിടാറില്ല. അങ്ങനെ ഇടുന്നത് വളരെ അപൂർവമായിട്ടാണ്. അപ്പം ഞാൻ ഇപ്രാവശ്യം താഴെക്കൂടെ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെയായിട്ടുള്ള കൂടെ ഇടുന്നൊരു ശീലമുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഡാർക്കായിട്ട് ആ പുരുകത്തിൻ്റെ അവിടെയൊക്കെ ഡാർക്കായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ കൊള്ളാം, രസമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക് ഇടാമെന്ന് വിചാരിച്ചു. ഇത് അനിയത്തിയുടെയാണ്. പെട്ട് നോക്കിയപ്പോൾ എന്തോ എനിക്ക് എൻ്റെ കളർ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ലിപ്പിനോട് സൂട്ടായിട്ടുള്ള കളറായിരുന്നില്ല. എന്തോ പോലെ തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, അതിൻ്റെ കൂടെ വേറൊരു ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ലിപ്സ്റ്റിക്കും കൂടെ ഉണ്ടായിരുന്നു. അതിട്ട് നോക്കി. ഞാനിങ്ങനെയാട്ടോ ലിപ്സ്റ്റിക് ഇടാറ്. ഇങ്ങനെ കുറച്ചിട്ടിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ട് എല്ലാ സ്ഥലത്തും ആക്കിയിട്ട് കൊടുക്കും. ഇങ്ങനെ എല്ലാം ശരിക്കും അപ്ലൈ ചെയ്യണതെന്നറിയാം. എന്നാലും എനിക്കിതാണ് ഒന്നും കൂടെ അപ്പോൾ ഇതായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ എല്ലാം ശരിയാക്കി. ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ ലുക്ക്. എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടിട്ട് പറയണേ. വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയുന്ന ആളല്ല. പക്ഷെ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ശരി, ബൈ.